യെസ്, ബീഹാറിൽ നിർണായക പ്രഖ്യാപനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. NDA അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് പ്രതിരോധ ഇടനാഴി തീർക്കുമെന്നും ഇതിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും ഫാക്ടറികൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്തെ MSME വ്യവസായ പാർക്കുകളും നിർമ്മിക്കും. ചന്ദ്രഗുപ്ത മൗര്യ ചക്രവർത്തിയുടെ കാലം മുതൽ ബീഹാർ നേരിടുന്ന വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഷിയോഹറിലെ റാലിയിലാണ് ഈ പ്രഖ്യാപനം. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ദേവിക ചേരുന്നുണ്ട്. ദേവിക, ബീഹാറിനെ ഇങ്ങനെ NDA ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണോ? ഓരോരോ നിർണായക പ്രഖ്യാപനങ്ങൾ വരുന്നു. വനിതകളെ, കുട്ടികളെ, യുവജനങ്ങളെ ഒക്കെ താങ്ങുകയാണ് ഈ NDA സർക്കാർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യവസായികൾക്കും ഒരു വാതായനം തന്നെ തുറക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയാം. മാത്രമല്ല, ഈ ബീഹാർ നേരിടുന്ന വെള്ളപ്പൊക്ക ഭീഷണി പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് നേരിടാൻ ഒരു പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ബീഹാറിലെ ജനതയെ എത്രത്തോളം സഹായിക്കും? ദേവിക. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബീഹാറിൽ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രതിരോധ ഇടനാഴി തീർക്കുമെന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളും കേന്ദ്രീകരിച്ച് ഫാക്ടറികൾ രൂപപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്, ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലം മുതൽ തന്നെ ബീഹാർ നേരിടുന്ന വെള്ളപ്പൊക്ക പ്രശ്നം, ഇത് നേരിടാനായി പ്രത്യേക പദ്ധതി രൂപീകരിക്കുമെന്ന് കൂടി അമിത്ഷാ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 14-ാം തീയതി ഫലപ്രഖ്യാപനം വരുമ്പോൾ RJD കോൺഗ്രസ് സഖ്യത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ NDAക്ക് സാധിക്കുമെന്ന് വളരെ കോൺഫിഡന്റ് ആയി തന്നെ അമിത്ഷാ കഴിഞ്ഞ ദിവസം ബീഹാറിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ബീഹാറിൽ ആവേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് NDAയുടെ ഓരോ റാലികളും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള പ്രധാന നേതാക്കൾ ബീഹാറിലേക്ക് എത്തുകയും NDAയുടെ ആവേശകരമായ റാലികൾ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആദ്യഘട്ട പ്രചരണം ഇന്ന് അവസാനിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അശ്വതി. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ കൂടി വികസന മുന്നേറ്റം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് NDAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി MSME ഉൾപ്പെടെ തന്നെ വ്യവസായ പാർക്കുകൾ അടക്കം സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്ന് അമിത്ഷാ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിൽ തർക്കം രൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വികസന മുന്നേറ്റം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് NDAയുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ് ദേവിക, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. ബീഹാറിൽ ഒടുവിൽ നിർണായക പ്രഖ്യാപനവുമായി മോദിക്ക് പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരിക്കുന്നു.